സുഹൃത്തുക്കളെ, ഞാൻ LDFനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതെന്നാണ് ഇപ്പോൾ എനിക്കെതിരുള്ള ഒരു ശക്തമായിട്ടുള്ള ആരോപണം. എന്തായാലും എന്റെ ആ ചാനലിലെ ആരോപണത്തെ ഒന്ന് സാധൂകരിക്കാൻ വേണ്ടി ഞാനിന്ന് UDFനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ UDF തീർച്ചയായിട്ടും പരാജയപ്പെടാൻ സാധ്യതയുള്ള, ഞാൻ പറയുന്നത് പരാജയപ്പെടാൻ സാധ്യതയുള്ള 9 മണ്ഡലങ്ങളും ആ ഒരു 9 മണ്ഡലങ്ങളിൽ 6 എണ്ണത്തില് UDF തീർച്ചയായിട്ടും പരാജയപ്പെടുമെന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. ഒരു 9 മണ്ഡലത്തിലൂടെ ഉള്ള ഒരു യാത്രയാണ്. എന്തൊക്കെയായാലും ആ ഒരു മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്ന് നമ്മുടെ വടകരയാണ്. വടകര 78% നമ്മുടെ ഇപ്രാവശ്യം ഈ 2024 ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് ശതമാനം കിട്ടിയത്. പോളിംഗ് നടന്ന അത്രയാണ്. അവിടെ തീർച്ചയായിട്ടും ഷൈല ടീച്ചർ ജയിക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ കേട്ടോ. ഷാഫി പറമ്പിലിന്റെ ആ ഒരു വർഗീയ പ്രചാരണങ്ങൾക്ക് ഉത്തരമായിട്ട് അവിടുത്തെ ജനങ്ങള് നമ്മുടെ ഷൈല ടീച്ചറെ ജയിപ്പിക്കും. കാരണം അങ്ങനത്തെ ഒരു ചരിത്രം നമ്മുടെ കേരളത്തിൽ മുമ്പ് നടന്നിട്ട് നമ്മുടെ തവനൂരാണ്. KT ജലീലിനെതിരായിരുന്നു അന്ന് ശക്തമായിട്ടുള്ള വർഗീയ പ്രചാരണങ്ങളൊക്കെ നടന്നിരുന്നത്. പക്ഷെ അതെല്ലാം കാറ്റിൽ പറക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ വിജയക്കൊടി വെന്നിക്കൊടി അന്ന് ജലീൽ പാറിച്ചത്. അതേപോലെ ഇത്തവണയും നമ്മുടെ വടകരയില് നമ്മുടെ ഷൈല ടീച്ചർ ആ തരത്തിലുള്ള എല്ലാത്തരം വർഗീയ പ്രചാരണങ്ങളെ തച്ചൊടിക്കുന്ന രീതിയിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ കേട്ടോ. എന്തൊക്കെയായാലും അതിനുശേഷം പിന്നീട് നമ്മുടെ കണ്ണൂരാണ് 72% വോട്ടാണ് നടന്നിട്ടുള്ളത്. പാലക്കാട് 73%, ആലത്തൂർ 73%, തൃശ്ശൂർ 72%, പിന്നെ ആറ്റിങ്ങല് 69%, പത്തനംതിട്ട 63%, കോട്ടയം 71%, ഇടുക്കി 66%. നോക്കൂ സുഹൃത്തുക്കളെ, ഞാൻ വളരെ ഒരു 9 എണ്ണം മാത്രമേ പറഞ്ഞുള്ളൂ. ശരിക്കും ഒരു 10-14 എണ്ണം ഉണ്ടെന്ന്, അവർ തോൽക്കാൻ സാധ്യത 14 ഉണ്ട്. ഇപ്പൊ തന്നെ അവരൊരു നേതൃയോഗം കൂടിയതിന്റെ ഭാഗമായിട്ട് അടിപിടി നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഉള്ളില്, UDFന്റെ ഉള്ളില്. അതാണ് അവരുടെ രീതി, അങ്ങനെയാണ്. അവർക്ക് അങ്ങനെ ഉള്ളി മാറൊന്നുമില്ല. ഞങ്ങൾ ഈ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളൊക്കെ അറിഞ്ഞോട്ടെ എന്നൊക്കെ വിചാരിക്കും. വളരെ സുതാര്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാരാണ് നമ്മുടെ UDFകാര്. CPM-കാരെ പോലെ CPM-കാർ ഭയങ്കര സൂക്ഷ്മമായിട്ടൊക്കെ നടത്തുമ്പോൾ ഇവന്മാര് നാട്ടുകാരുടെ മുമ്പിൽ അടികൂടും, പരസ്യമായിട്ട് ചിലപ്പോൾ മൈക്കിന്റെ മുമ്പിൽ തെറി പറയും. അതൊന്നും അവർക്ക് ഒരു പ്രസല കാര്യമല്ല. സാധാരണ ജനങ്ങളല്ലേ, പച്ച മനുഷ്യരല്ലേ എന്നാണ് അവർ തന്നെ സ്വയം വിചാരിക്കുന്നത്. എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു വടകരയില് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷൈല ടീച്ചറായിരിക്കും ജയിക്കുക. കണ്ണൂരില് വിജയരാഘവൻ ജയിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. പാലക്കാട് വിജയരാഘവൻ, മറ്റോടത്ത് MB ജയരാജനാണ്. നമ്മുടെ പാലക്കാട് വിജയരാഘവൻ ജയിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ ഉള്ളത്. ആലത്തൂർ ഒരു സംശയവുമില്ല K രാധാകൃഷ്ണൻ ജയിക്കുക. മിക്കവാറും അവിടുത്തെ UDFകാർ കൂടി K രാധാകൃഷ്ണൻ ചേട്ടന് വോട്ടുകളെല്ലാം സാധ്യത. അത്രത്തോളം രമ്യ ഹരിദാസിനെ അവർ വെറുത്തുപോയെന്നാണ് ഇപ്പൊ അവിടുന്ന് കിട്ടുന്ന വാർത്ത. പിന്നെ തൃശ്ശൂര് VS സുനിൽകുമാറും നമ്മുടെ മുരളീധരൻ തമ്മിലാണ് അവിടെ ഫൈറ്റ് നടക്കുന്നത്. അല്ല, സുരേഷ് തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത്. മുരളീധരൻ ഇപ്പൊ ചിത്രത്തിലേ ഇല്ല, നമുക്ക് മനസ്സിലാവും. ഒപ്പം ഉള്ളവരെ കാലുകാരി എന്നാണ് ഇപ്പൊ കേൾക്കുന്ന വിവരം. എന്തായാലും നമ്മളിങ്ങനെ കണക്കുകളൊക്കെ നോക്കി പോകുന്ന സമയത്ത് ഇത്തവണ ചിലപ്പോ ഒരു നാണം കെട്ട ജയിക്കുകയാണെങ്കിൽ തന്നെ വളരെയധികം പോളിംഗില് കുറവ് വന്ന്, വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്ന് ജയിക്കാൻ സാധ്യതയുള്ള 2 ആൾക്കാരില് ഒരാൾ രാഹുലാണ്, ഒരാൾ KC വേണുഗോപാലാണ്. രാഹുൽ മിക്കവാറും വളരെ കുറവ് ഭൂരിപക്ഷത്തിലായിരിക്കും വയനാട് ജയിക്കുകയാണെങ്കിൽ ജയിക്കത്തുള്ളൂ. അത്രത്തോളം രാഹുലിന് എതിരെയുള്ള ഒരു പ്രചാരണം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതേ സമയം തന്നെ നമ്മളുടെ ആ ഒരു 6 സീറ്റുകളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. 6 സീറ്റിൽ ഒന്നാമത്തെ സീറ്റ് ചാലക്കുടിയാണ് കേട്ടോ. ചാലക്കുടി കോൺഗ്രസ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഞാൻ പറയുന്നത്, ചാലക്കുടിയുടെ ഇലക്ഷനോടനുബന്ധിച്ച് നമുക്ക് കിട്ടിയ ഒരു വിവരം അവിടെ 2020 കൂടി മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2020 മത്സരിക്കുന്നുണ്ട് എങ്കിൽ ഈ 2020യുടെ അനുഭവം പ്രകടിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ LDFന്റെ ആളുകളല്ല, കോൺഗ്രസിന്റെ ആളുകളാണ്, UDFന്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ 2020യോടൊപ്പം നിൽക്കാനുള്ള ഒരു ചെറിയൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്, യാഥാർത്ഥ്യമായിട്ട് അവിടെ കാണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ 2020 അവിടെ നിൽക്കുകയും അപ്പൊ UDF മത്സരിക്കുന്നുണ്ട്. പക്ഷെ UDFന്റെ ബെന്നി ബെഹനാന്റെ വോട്ടിന്റെ ഒരു പകുതിയോളം ഒരു പക്ഷേ 2020ലേക്ക് പോകാനാണ് സാധ്യത. അതേസമയം തന്നെ രവീന്ദ്രനാഥ് നമ്മുടെ തൃശ്ശൂരിന്റെ ഏകദേശം ഒരു 3 മണ്ഡലത്തോളം നമ്മുടെ ശക്തമായിട്ടുള്ള ഇടപെടലുകളും ശക്തമായിട്ടുള്ള ഒരു പിടുത്തമുള്ളതാണ് നമ്മുടെ രവീന്ദ്രനാഥ് മാഷിന് ആ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങൾ കൂടെ കയ്യിലുള്ളത് കൊണ്ട് ആ ഒരു ഭാഗങ്ങളിൽ മുൻതൂക്കം കിട്ടിയാൽ തന്നെ നമ്മുടെ രവീന്ദ്ര മാഷ് ജയിച്ച് രവീന്ദ്രനാഥ് ജയിച്ച് കയറുമെന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇവിടെ സംഭവിക്കുന്ന ഒരു വലിയ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, LDFന്റെ വോട്ടുകൾ ഒരിക്കലും അങ്ങനെ ഭിന്നിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് മാത്രമുള്ള ഒരു തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു UDF തരംഗം, ശബരിമല പോലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണ അവതരിപ്പിച്ചതുപോലെ ഒരു തരംഗവും ഇപ്രാവശ്യം ഇല്ല. അങ്ങനെ ഒരു തരംഗവും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് തന്നെ
ആളുകൾ നിശ്ചയിക്കുക തങ്ങളോടൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ അത് രവീന്ദ്രനാഥിന് എന്നെ ആയിരിക്കണം അത്തരത്തിൽ വോട്ട് പോവുക. കാരണം LDFന്റെ വോട്ട് അങ്ങനെ വിഭജിച്ച് പോകാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതേസമയം UDFന്റെ വോട്ട് സംഘികൾക്കും വളരെ ഈസിയായിട്ട്, BJPക്കും വളരെ ഈസിയായിട്ട് പോകാറുണ്ട്. മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടൊക്കെ അവർ പലപ്പോഴും നടത്തുന്ന ഒരു ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തോടൊന്നും ഭയങ്കരമായിട്ടുള്ള മമതുള്ള ആൾക്കാരാണ് ഈ UDF എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വേണമെങ്കിൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ വോട്ട് മാറ്റാൻ അവർ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ചാലക്കുടി രവീന്ദ്രനാഥ് മാഷിനാണ് ആ ഒരു സീറ്റ് UDF നോക്കേണ്ട ആവശ്യമില്ല കാരണം. പിന്നെ ആലത്തൂര് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. രമ്യ ഹരിദാസിനോട് അവിടുത്തെ UDFക്കാർക്ക് തന്നെ വലിയ ഇഷ്ടമില്ല. അവരെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയതിൽ വളരെ ദേഷ്യമുണ്ട് താനും. കാരണം ഒരിക്കൽ ഒരു സ്ഥലത്ത് ജയിച്ചു കഴിഞ്ഞാൽ, UDFന്റെ സ്വഭാവം കേട്ടോ, ഒരു സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ മരിക്കുന്നവരെ അവിടെ ആയിരിക്കും. അവിടെ പൊന്നാനി മലപ്പുറം എടുത്ത് നോക്കിയാൽ മതി, മരിക്കുന്നവരെ ഒരാളെ തന്നെ നിർത്തുന്ന ഒരു ഏർപ്പാടാണ് UDFനുള്ളത്. ആ ഒരു ഏർപ്പാട് ഇവിടെയും തുടങ്ങി. നമ്മുടെ രമ്യ ഹരിദാസിനെ വീണ്ടും നിശ്ചയിച്ചു. എന്തായാലും അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കും. അവർക്ക് ആകെ പാട്ടുപാടാനും എന്തെങ്കിലുമൊക്കെ ദുരാരോപണങ്ങൾ ഉണ്ടാക്കാൻ മാത്രമാണ് കഴിയുക. അതല്ല നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിപ്പിച്ച് അവിടുന്ന് കൊണ്ടുവരാനോ ഒന്നും സാധിക്കുന്ന ഒരാളല്ല രമ്യ ഹരിദാസ്. അവർക്ക് അതിനുള്ള പരിചയമില്ല എന്നുള്ളതാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ അവിടെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ അടിപൊളി മന്ത്രിക്ക് തന്നെ ആയിരിക്കണം അവിടുത്തെ ആളുകൾ വോട്ട് ചെയ്യുക. കാരണം രാധാകൃഷ്ണൻ ഒരിക്കൽ ഇവിടെ കേരളത്തിൽ മന്ത്രിയായിട്ടുള്ളതാണ്. അദ്ദേഹം ഇപ്പോഴും മന്ത്രിയാണ്. അദ്ദേഹത്തെ അറിയാം നമുക്ക്, ആളുകൾക്ക് എത്രത്തോളം ശുദ്ധനാണ്, പരിശുദ്ധനാണ് അദ്ദേഹം എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് വോട്ട് തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ പോകാനാണ് സാധ്യത. ഇനി പാലക്കാട് ഒരു നേരിയ ഭൂരിപക്ഷത്തില് വിജയരാഘവൻ ജയിക്കുമെന്ന് CPM കരുതുന്ന ഒരു വോട്ടാണ്, ഒരു സീറ്റാണ്. അതേസമയം BJP പിടിക്കുന്ന വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിൻ്റെതാവാൻ സാധ്യതയുണ്ട്. പാലക്കാട് BJPക്ക് അത്യാവശ്യം ഒരു ഇടപെടലുള്ള സ്ഥലമാണ്. അവിടെ ഒരു മുനിസിപ്പാലിറ്റി ഒക്കെ ഒരിക്കൽ BJPക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഇടപെടല് സാധിക്കുന്നത് BJPക്ക് കോൺഗ്രസിന്റെ വോട്ട് കിട്ടിയോണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തവണയും കോൺഗ്രസിന്റെ വോട്ട് പരമാവധി ഒരു മൃദു ഹിന്ദുത്വ ഏർപ്പാടുകളുള്ള ആളുകളാണ് പലപ്പോഴും ഈ നമ്മുടെ കോൺഗ്രസിലുള്ളത്. അങ്ങനെ മൃദു ഹിന്ദുത്വമായിട്ട് ഒരിക്കലും ഒരു LDFകാരൻ മാറാറില്ല എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇവിടെ ആ ഒരു മൃദു ഹിന്ദുത്വ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിന്റെ BJPക്ക് വോട്ട് പോവുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വിജയരാഘവൻ നല്ലൊരു വിജയം തന്നെ അവിടെ കൈവരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു സീറ്റും പാലക്കാടും അതുപോലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവർക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യം. പിന്നെ ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ തീർച്ചയായിട്ടും CPM തന്നെ നമുക്ക് ഉറപ്പിച്ചു കളയാം. പിന്നെ മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷാണ്. പക്ഷെ കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഗ്രൗണ്ടിൽ നല്ല കളി അറിയുന്ന ഒരാളാണ്. എങ്കിലും അതും നമ്മുടെ CPM പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമായിട്ട് അവിടെ നിലനിൽക്കുന്നു. പിന്നെ തൃശ്ശൂർ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ കിട്ടുന്ന കോൺഗ്രസിൽ തന്നെ കിട്ടുന്ന ചില വാർത്തകൾ അനുസരിച്ചിട്ട് മുരളീധരനെ ചതിച്ചു കോൺഗ്രസ്സുകാർ തന്നെ നമുക്ക് കിട്ടുന്ന വാർത്തകൾ. ഒപ്പമുള്ളവർ കാലു വലിച്ചു എന്നുള്ളതാണ്. ആ ഒപ്പമുള്ളവർ ആരാന്ന് ഞാൻ പറയുന്നില്ല, ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് തൊട്ട് മുമ്പ്, അത് കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ അവിടെ ഇപ്പം മത്സരം നടക്കുന്നത് നമ്മുടെ VS സുനിൽകുമാറും നമ്മുടെ സുരേഷ് ഗോപി തമ്മിലാണ്. ആ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും വിജയിക്കുക സുനിൽകുമാർ ആയിരിക്കും. അങ്ങനെ ഈ ചാലക്കുടി, ആലത്തൂർ, പാലക്കാട്, ആറ്റിങ്ങൽ, മാവേലിക്കര, തൃശ്ശൂർ ഈ 6 എണ്ണത്തിലും തീർച്ചയായിട്ടും UDF പരാജയപ്പെടും. ഇനി ഇങ്ങനെ UDF പരാജയപ്പെട്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭാവി അടക്കം തുലാസിൽ കിടന്ന് ആടുന്ന രീതിയിൽ ആടുന്ന 2 ആൾക്കാർ നമ്മുടെ കോൺഗ്രസിലുണ്ട്. അതിലത്തെ ഒരാള് സുധാകരനാണ്, കണ്ണൂര്. സുധാകരൻ തോൽക്കുമെന്നാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഭയങ്കര അവതാളത്തിലായിരിക്കും. ഇപ്പൊ തന്നെ സ്ഥാനം ഏറ്റുവാങ്ങണോ എന്നുള്ള രീതിയൊക്കെ നോക്കുമ്പോൾ ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം മതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനം തീർച്ചയായിട്ടും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരാളായിട്ട് സുധാകരൻ മാറാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കേസ് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. നമ്മുടെ മോൺസൺ മാമൂൽ കേസിൽ ഇപ്പൊ കുറ്റപത്രം സമർപ്പിച്ചതിൽ പ്രതിയാണ് ഇപ്പൊ നമ്മുടെ സുധാകരൻ. ഒപ്പം തന്നെ താൻ ഏത് നിമിഷം വേണമെങ്കിൽ RSSലേക്ക് പോകുമെന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ എങ്ങനെയാണ് കോൺഗ്രസിന്റെ തലപ്പത്ത് കൊണ്ടുപോയി നിർത്തുകയെന്ന് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഭയങ്കര പിടിയും വലിയ നടക്കുന്നുണ്ട്, സംസാരം നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ണൂരില് സുധാകരൻ തോറ്റു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭാവി തീർച്ചയായിട്ടും ഇരുട്ടിലാവും. ഒരു സംശയമില്ലാത്ത ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം പറയുന്നത് അത് നമ്മുടെ രമ്യ ഹരിദാസ് ആണ്. രമ്യ ഹരിദാസ് ചിത്രത്തിൽ ഉണ്ടാവില്ല. തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ചിത്രത്തില് രമ്യ ഹരിദാസിന് പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഏതുപോലെ നമ്മുടെ തൃശ്ശൂരിൽ ഇപ്പൊ 29 രൂപയുടെ അരി എത്തുന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഇപ്പൊ ഒക്കെ നിന്നു. എലക്ഷൻ സ്റ്റണ്ടാണ് എന്റെ സുഹൃത്തുക്കളെ. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്.
ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ആ 29 രൂപയുടെ അരിയൊക്കെ തൃശ്ശൂർ വന്നിട്ട് ഭാരത് റൈസ് ഒക്കെ കറങ്ങി തിരിച്ചത്. ഇപ്പൊ എത്തുന്നുണ്ടോ? തൃശ്ശൂരുകാരെ ഒന്ന് അന്വേഷിച്ച് പറയണേ, എത്തുന്നുണ്ടെങ്കിൽ. എന്താ ഇതേപോലൊക്കെ തന്നെയാണ്. എന്തായാലും ഈ രണ്ടുപേരെ രാഷ്ട്രീയ ഭാവി ഇതോട് കൂടിയിട്ട് ഇരുളടഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഇത്രത്തോളമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഇവർ പരാജയപ്പെടാൻ സാധ്യതയുള്ള 9 എണ്ണം തീർച്ചയായിട്ടും പരാജയപ്പെടുന്ന എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുന്ന 6 എണ്ണമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ ഒന്ന് ഇതിന് താഴെ എഴുതാൻ ശ്രമിക്കണേ. ബൈ.